ട്രേഡിംഗ് ഏരിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 793 പോയിൻറ്റ് പോസിറ്റീവാണ്. S&P 56 പോയിൻറ്റും നസ്ഡാക്ക് 159 പോയിൻറ്റും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ് നിഫ്റ്റി 80 പോയിൻ്റ് അടുപ്പിച്ച് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ക്യാൻഡിൽ കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു റേഞ്ചിൽ നിന്നാണ് ഇന്നലെ വീണ്ടും റിജക്ഷൻ വന്നിരിക്കുന്നത്. ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയുടെ ടോപ്പിൽ നിന്നാണ് മാർക്കറ്റ് ഒരു റിജക്ഷൻ വന്നിരിക്കുന്നത്. എങ്കിലും ഇന്നലെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഏകദേശം 3070 ഒരു ഓൾ ടൈം ഹൈ വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയിരിക്കും. നമ്മുടെ വീക്കിലി അനാലിസിസിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഇന്നലെ ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ്. അവിടെ നിന്ന് ഒരു റിവേഴ്സ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. മാർക്കറ്റ് ആദ്യത്തെ സെഷനും രണ്ടാമത്തെ സെഷനിലും മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് കയറിയത് ഈ ഒരു ലെവലിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇന്നൊരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മിക്കവാറും ഈ ഒരു ട്രെൻഡ് ലൈനിന് അടുപ്പിച്ച് മാർക്കറ്റ് എത്താൻ സാധ്യതയുണ്ട്. ഏകദേശം 26,400 അടുപ്പിച്ച് മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു റിജക്ഷൻ മിക്കവാറും ഇതുവരെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു 400-420 പോയിൻറ്റ് ഇന്നലെ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ടാർഗറ്റ് വരുന്നത് 400-420 റേഞ്ചിലാണ്. മാർക്കറ്റ് ഇന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഈ ഒരു ട്രെൻഡ് ലൈനും 26,400-420 ലൈനിൽ റിജക്ഷൻ വരാനും സാധ്യതയുണ്ട്. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോവാം. 15 മിനിറ്റിൽ ഇന്നലെ നമ്മൾ വീക്ക്ലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രെൻഡ് ലൈൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടിയെങ്കിലും ഈ ഒരു ലെവലാണ് നമ്മൾ വീക്ക്ലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എവിടെ വേണമെങ്കിലും മാർക്കറ്റിനൊരു സപ്പോർട്ട് കിട്ടും. 26,123, 26,235 ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് അവിടെ നിന്നാണ് ഇന്നലെ ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് നിൽക്കുന്നത്. നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കാം. ഇന്ന് ഈ ഒരു ഹൈ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സിങ് ഹൈ 26,280, പിന്നെ 26,190 മുകളിലോട്ട് വരുന്ന ലെവൽസ് 26,338. മാർക്കറ്റ് ഇതിന് ഉള്ളിലൊരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്. ഇതിനുള്ളിലൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിയാലും ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കുക. ഇന്നലെ നമുക്കൊരു ഈ ഒരു ട്രെൻഡ് ലൈന് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്ന് വീണ്ടും ഇത് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ട്രെൻഡ് ലൈന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പണിങ്ങും കിട്ടണം 26,338 മുകളിലോട്ട് 15 മിനിറ്റിൽ മുകളിലോട്ട് 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം 26,419 വരേക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഇന്നലത്തെ വീക്കിലി അനാലിസിസിൽ തന്നിട്ടുണ്ടായിരുന്ന രണ്ട് ടാർഗറ്റാണ്, വീക്കിലി ടാർഗറ്റാണ് വരുന്നത്. മെയിൻ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 26,419, 26,654. അപ്പം ഈ രണ്ട് ലെവൽസാണ് മെയിനായിട്ട് നമുക്ക് വീക്കിലി അനാലിസിസിൽ വീക്കിലിയിൽ നമുക്കൊരു ടാർഗറ്റായിട്ട് മെയിനായിട്ട് വരുന്നത്. ഇൻട്രാഡേ ലെവൽസ് അല്ല, വീക്കിലിയിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. അതിൽ നിന്ന് ഈ ഒരു 26,338 ശ്രദ്ധിച്ച് കേൾക്കുക. 419 എത്തണമെന്നുണ്ടെങ്കിൽ 338 15 മിനിറ്റിൽ കൃത്യമായിട്ടൊരു സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ 26,419 വരേക്കും
മാർക്കറ്റ് പോവാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ 26,338 ശ്രദ്ധിക്കുക. ഈ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെ ഗ്യാപ്പ് അപ്പിൽ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിൽ 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. താഴോട്ട് 26,280 ബ്രേക്കൗട്ട് കിട്ടിയാൽ 26,280 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലോട്ട് 26,190 96 ലെവൽസിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. 26,190 ഇതിന് താഴോട്ട് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. മാർക്കറ്റ് ഇത് തന്നെയാണ് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. ഈ ലെവലിലൊക്കെ ഈ ഒരു ലെവലിന് മുകളിൽ 26,190 ലെവലിന് മുകളിൽ മാർക്കറ്റ് എവിടെ വേണമെങ്കിലും സ്ട്രോങ് ഒരു ബൈയിങ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും റിവേഴ്സ്. ഇന്ന് വീക്കിലി എക്സ്പയറി ആണ് നിഫ്റ്റിയുടേത്. കൃത്യമായിട്ട് ഇൻട്രാഡേ ലെവൽസ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഏരിയയിലൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരു ബൈയിങ് പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം കൃത്യമായിട്ട് നിങ്ങളുടെ വ്യൂവും ഓപ്പൺ ഇൻട്രസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കൃത്യമായിട്ട് ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. 26,189 താഴോട്ടൊരു ഡേ ക്ലോസിങ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇന്നത്തെ ദിവസം. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ചാർട്ടിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ലെവലും ഒന്നുകിൽ ഇവിടെ നിന്നൊരു റിവേഴ്സ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു റിവേഴ്സ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ഫസ്റ്റ് സെഷനിൽ തന്നെ നമുക്ക് ഇവിടെ നിന്നൊരു റിവേഴ്സ് കിട്ടി. പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് എത്തിയില്ല. 26,407 389 ഒക്കെ പ്രതീക്ഷിച്ചാണ്. പക്ഷേ മാർക്കറ്റ് പിന്നെ അടുത്ത റിവേഴ്സ് കിട്ടിയത് 26,185 26,205 ലെവലിൽ നിന്നാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടി കയറിയത്. മാർക്കറ്റിൽ നമ്മൾ 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ഹയർ ലോ ഫോർമേഷനിലാണ് മാർക്കറ്റ് കയറുന്നത്. ഇവിടെ നിന്ന് മാർക്കറ്റ് കയറി നമുക്ക് ഇവിടെ നിന്നൊരു ലോ ക്രിയേറ്റ് ചെയ്തില്ല. ഇവിടെ നിന്നൊരു സൈഡ് വൈസ് പോയിട്ട് പിന്നെ വീണ്ടും നമുക്കൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഈ ഒരു ലോയ്ക്ക് താഴെ മാർക്കറ്റ് പോയാൽ മാത്രമേ ഡൗൺ ട്രെൻഡിലോട്ട് പോകത്തുള്ളൂ. ഇതിന് മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 26,189 26,230 ഈ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ലോ വന്നിട്ടുണ്ട്. ഈ ഒരു ലോ കഴിഞ്ഞിട്ട് ഈ ഒരു ലോ കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന ലോ എന്ന് പറയുന്നത് ഈ ഒരു ലോയാണ്. അടുത്ത് വന്നിരിക്കുന്ന ലോയാണ്. ഈ ലോയ്ക്ക് താഴെ മാർക്കറ്റ് പോകാണ്ട് ഇവിടെ നിന്ന് തന്നെ, അതായത് നേരത്തെ പറഞ്ഞ 26,190 ലെവലിൽ നിന്ന് തന്നെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോർമേഷൻ മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യും. ഹയർ ലോ ഫോർമേഷനിലോട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. 26,190 താഴോട്ട് പുതിയ ലോ ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കണം. മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഡൗൺ ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. 26,190 മുകളിൽ തന്നെ പുതിയ ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് 419 പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോർമേഷൻ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ചാർട്ടിൽ ഇന്ന് നാരോ CPR ആണ് വരുന്നത്. മാർക്കറ്റ് ട്രെൻഡിങ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. 26,264 തൊട്ട് 26,292 വരെയൊക്കെയാണ്. ഏകദേശം 28 പോയിൻറ്റിൻ്റെ CPR ആണ്, നാരോ CPR ആണ്. മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലൊക്കെ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ, CPRന് മുകളിൽ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിലും 26,340 26,386 പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ലെവലാണ്. അതായത് ഈ ഒരു ഹൈക്ക് മുകളിൽ പുതിയ ഹൈ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്ട്രോങ് ബുള്ളിഷായിരിക്കും. അപ്പം 26,340 386 ശ്രദ്ധിക്കേണ്ട ലെവൽ. ഇതിന് താഴെ എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് CPRലോട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു റേഞ്ചിലുള്ള ഒരു മൂവ്മെൻ്റാണ് ഞാനിന്ന് പ്രതീക്ഷിക്കുന്നത്. 26,340 ഒരു ഓപ്പണിംഗ് കിട്ടിയാലും മാർക്കറ്റ് ചിലപ്പോൾ താഴോട്ട് 26,183 205 ലെവലിലോട്ട് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്.
340 സ്ട്രോങ് ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലിൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം മുകളിലോട്ടുള്ള ലെവലിലോട്ട് എൻട്രി നോക്കുക. 26,424 ഇൻട്രാഡേ ലെവലെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെവല് കൃത്യമായിട്ട് 5 മിനിറ്റിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം തിരിച്ച് റീടെസ്റ്റിന് വരുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കൗട്ടിൻ്റെ ക്യാൻഡിൽ നോക്കിയിട്ടോ മുകളിലോട്ട് എൻട്രി നോക്കാം. 26,424 26,433 ഏറ്റവും മുകളിലത്തെ ടാർഗറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.